ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വളരെയധികം ഡിലേ ആകുന്നുണ്ടോ? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പല ടെക്നിക്കുകളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നും, ഇതൊക്കെ നടക്കുമോ എന്നുള്ളത്. അത് നോർമലാണ്. പക്ഷേ ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾ തിരിച്ച് വിശ്വാസത്തോടു കൂടി വേണം ആ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട്. നിങ്ങളൊരു ലോ ആയി പോകുന്ന സമയത്ത് ആ ചെയ്യുന്ന ഒരു റിച്വല് നിർത്തരുത്. കാരണം നമ്മൾ 21 ദിവസം മിനിമം അല്ലെങ്കിൽ 28 ദിവസം മിനിമം ചെയ്യുക എന്ന് പറയുന്നത്, ഈ 28 ദിവസം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡിനെ നമുക്ക് കുറേയൊക്കെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ മാറി മാറി വരും. നമ്മൾ ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ 30 വർഷമായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ്, വിഷമങ്ങള്, പ്രതിസന്ധികള് എല്ലാം മാറണമെങ്കിൽ ഒറ്റ ദിവസം ഒരു കാര്യം ചെയ്തത് കൊണ്ടോ 2 ദിവസം ഒരു കാര്യം ചെയ്തുകൊണ്ട് മാറുമോ? ഒരാൾക്ക് ഒരു 20 വർഷമായിട്ട് ഒരു അസുഖമുണ്ട്, പല ഡോക്ടർമാരെയും കാണിച്ചു. ലാസ്റ്റ് ഒരു ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ടിട്ട് 2 ദിവസം കൊണ്ട് എനിക്കിത് മാറണം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ? മിറക്കിൾസ് ഒക്കെ നടക്കാറുണ്ട്. എപ്പോഴാണ് അത്? നിങ്ങൾ വിശ്വാസത്തോടു കൂടി പറയുകയാണ്, ഡോക്ടറിന് എനിക്ക് വിശ്വാസമാണ്, ഡോക്ടർ തരുന്ന മരുന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിറക്കിൾസ് നടക്കും. പക്ഷെ നിങ്ങൾ അവിടെ ചെന്നിട്ട് എനിക്ക് നടക്കുന്നില്ല, ഒരു ദിവസം മരുന്ന് കഴിച്ചു, 2 ദിവസം മരുന്ന് കഴിച്ചു, പിന്നെയും ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് എനിക്കിതൊന്നും വർക്കാവുന്നില്ല, എനിക്ക് പെയിൻ ഇപ്പോഴും ഉണ്ട്, എന്റെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഡോക്ടർ എന്താണ് പറയുക? നിങ്ങളിത് 1 മാസം കഴിച്ചു നോക്കൂ, കുറച്ച് ദിവസമല്ലേ കഴിച്ചുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡോക്ടർ നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് അടുത്തൊരാളുടെ അടുത്ത് പോവും, അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ആരുടെയൊക്കെ കൂടെ കോച്ചിങ് ചെയ്താലും എല്ലാവരും പറയുന്ന ബേസിക് സെയിം തന്നെയാണ്. ഈ യൂണിവേഴ്സൽ എനർജിയെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഓരോ ആളുകളായിട്ട് പെട്ടെന്ന് ഒരു അടുപ്പം തോന്നും, അല്ലെങ്കിൽ ചില ആളുകളുടെ സംസാര രീതി അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകളുടെ വീഡിയോസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം കുക്കിംഗ് വീഡിയോസ് തന്നെ ഒരുപാടുണ്ട്, പല ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഫേവറേറ്റ് ഒരു ചാനൽ കാണും, നിങ്ങൾ ആ ഒരു ചാനലിനെ ആയിരിക്കും ഒരുപാട് കാണുക. അതാണ് ഓരോ ടീച്ചർമാരുടെ അടുത്ത് പോകുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ആരുടെ വേ ഓഫ് ടീച്ചിങ് ആണ് ഇഷ്ടമാകുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് തോന്നുന്നത് എവിടെയാണോ അങ്ങോട്ടായിരിക്കും നിങ്ങൾ ഡ്രോൺ അപ്പ് ആകുന്നത്. നിങ്ങളുടെ ഈ മെത്തേഡ്സ് നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടീച്ചറിനെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനും ഇതേപോലെ കുറേ കോഴ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ഓരോരുത്തരുടെ അവരുടെ കുഴപ്പമായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അടുത്തടുത്ത് ചെല്ലുമ്പോഴും അവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ഇത് ആരുടെ ഭാഗത്താണ് കുഴപ്പം? അപ്പോൾ എന്റെ ഭാഗത്താണ് കുഴപ്പം. അതായത് ഞാൻ വിശ്വാസത്തോടു കൂടിയല്ല ചെയ്യുന്നത്, എനിക്ക് ഡൗട്ട്സുകൾ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഹീലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഹീലിംഗ് ചെയ്യാറില്ല. മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് ടൈം ഇല്ലെന്ന് പറയുന്നത് ഞാൻ ചെയ്യാറില്ല. അതേപോലെ എഴുതുവാനുള്ള മെത്തേഡ്സുകൾ പറയും, 7-7 അല്ലെങ്കിൽ 369. എനിക്ക് ടൈം കിട്ടാറില്ല. എന്തുകൊണ്ടാണ് ടൈം കിട്ടാത്തത്? എല്ലാവർക്കും ഒരേ ടൈമാണുള്ളത്, പക്ഷെ നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്. എനിക്കൊരു സിനിമ കാണണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് സിനിമ കാണാം, അപ്പൊ എനിക്ക് ടൈമുണ്ട്. പക്ഷെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് എഴുതണം എന്ന് പറയുമ്പോൾ എനിക്ക് ടൈമില്ല. കാരണം നമുക്ക് ചെയ്യാൻ വയ്യ, മടിയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ആഗ്രഹത്തിനെ ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ, ചേസ് ചെയ്യുകയല്ല, ഒരാഗ്രഹത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം ഒരുപാട് തടസ്സങ്ങൾ വരും. നമ്മൾ പറയത്തില്ലേ, ഒരു നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങിയ ഒരുപാട് തടസ്സങ്ങൾ വരുമെന്ന്. ആ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് നല്ലതായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നന്മയായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ഈ തടസ്സങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷന് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. അതായത് നിങ്ങൾ ഇതെല്ലാം മറികടന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ
ഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന മാഗ്നറ്റായിട്ട് നിങ്ങൾ മാറും. അതാണ് അതിന്റെ സത്യം. പക്ഷെ എല്ലാവരും എന്താണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗിവ് അപ്പ് ചെയ്യും, മതി നിർത്തും, പിന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകും. കുറച്ച് മാസം കഴിയുമ്പോൾ പിന്നെയും ഒരു കോഴ്സിന് എവിടെയെങ്കിലും ചേരും, കുറച്ച് ദിവസം ആക്റ്റീവായിട്ടിരിക്കും, പിന്നെയും പോകും. ഇതിലെ മെയിൻ പാർട്ട് ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ട്രെയിനിങ് ഒരാൾ തരുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ട് പോകുമ്പോഴും ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും നിങ്ങളെ പിടിച്ചുയർത്താനാണ് നിങ്ങൾക്ക് ഈ മെന്റർ ഉള്ളത്. അവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് നിങ്ങൾ ഇടണം. പിന്നെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സുകളും ഒരുപാട് ഒരു പ്രശ്നങ്ങളും ആദ്യം ഉണ്ടാകും. അതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളൊരു മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്നതിന് മുമ്പിട്ട് നിങ്ങളുടെ ആ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അതായത് ദൈവം തന്നതും യൂണിവേഴ്സ് തന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തു, നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നേടിയെടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ കാണില്ലേ. ചിലപ്പോൾ ഒരു പബ്ലിക് എക്സാം നിങ്ങൾ പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗവൺമെന്റ് ജോലിയിൽ നിങ്ങൾ കയറിയതായിരിക്കാം. അങ്ങനെ നിങ്ങൾ എഫേർട്ട് ഇട്ട് നേടിയെടുത്തു എന്ന് തോന്നുന്ന കാര്യങ്ങളും ആ നടന്ന സംഭവങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലൂടെ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ കണ്ടുപോകുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടി വരും. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷന്റെ എന്ത് മെത്തേഡ് ചെയ്താലും നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു മെന്റൽ ഇമേജ് നോക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്ത് അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഒരു നിമിഷം, നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ കഷ്ടപ്പെട്ടത്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ സന്തോഷമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് രസമല്ലേ. നിങ്ങൾ രാവിലെ അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകൾ മാറുകയും നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് ചേഞ്ചസ് വരുന്നതായി നിങ്ങൾക്ക് അറിയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക എന്തായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്ന്. വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഞാൻ ആക്ച്വലി UK വർക്ക് ചെയ്യണം. ഈ വർക്കിന്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. അത് നമുക്ക് വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടെക്നിക്കിനെ അറിയാനുണ്ടോ, അതോ ക്ലാസ്സസിന് ജോയിൻ ചെയ്യണം. അതായത് വളരെ തുച്ഛമായ ഫീസിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നത്. പലരും 5000, 10,000, ഞാൻ തന്നെ ഒരുപാട് ആർട്സ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഇതിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആർട്സുകൾ എനിക്കും വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ 15,000 പ്ലസ് GST എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന 21 ദിവസത്തെ ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാനതൊന്നും ചാർജ് ചെയ്യുന്നില്ല. ഞാനൊരു 1111 രൂപ മാത്രമാണ് ഞാൻ ഒരു ക്ലാസ്സിന് 21 ഡേയ്സിലെ ക്ലാസ്സിനകത്ത് ഹീലിംഗും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ ഞാൻ വാങ്ങുന്നത് 1100, അതായത് 1111, 1111 ഇത്ര രൂപ മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ. അതേപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മാത്രം വേണ്ടുന്നവർക്ക് ഞാൻ 555 രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത്. ഇന്നർ ഹീലിംഗിന് ഞാൻ ഇതിനു മുമ്പിട്ട് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ ഒരു സ്റ്റേജിൽ എനിക്ക് ഇന്നർ ഹീലിംഗ് പഠിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒരുപാട് കോച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ 5000 രൂപയും 2000, 3000 രൂപയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നതാണ്. നിങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റികളെ ആ ഹീലറിലേക്ക് വരാതിരിക്കാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല. അതൊക്കെ അത്രയും ചെലവുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്രയും ചെലവുള്ള കോഴ്സുകൾ ഞാൻ നിങ്ങൾക്ക് വളരെ തുച്ഛമായ രൂപയിലാണ്, അല്ലെങ്കിൽ ചെലവിൽ ഫീസിലാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിനകത്ത് ബന്ധപ്പെടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതേപോലെ ലൈക്ക് ചെയ്യാനും. ബൈ.